തേവലക്കരയിലെ 8ാം ക്ലാസ്സുകാരന് ദാരുണ അന്ത്യമേൽപ്പിച്ച ഷോക്കിൽ നിന്ന് കേരളം ഇപ്പോഴും മുക്തമായിട്ടില്ല. അടിമുടി നിയമലംഘനമാണ് തേവലക്കരയിൽ നടന്നതെന്ന് 24 ഒബ്സർവർ ബി ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത്? എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഇതേ സമയം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ആ കുട്ടി മിഥുൻ എന്ന് പറയുന്ന 8ാം ക്ലാസ്സുകാരൻ അവിടെ സുഹൃത്തുക്കൾക്കൊപ്പം കൂട്ടുകാർക്കൊപ്പം ആ സ്കൂളിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റ് ആ കുട്ടി മരിക്കുന്നത്. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് ഏൽപ്പിച്ച ഒരു വലിയ ഷോക്കായി മാറി ഈ മിഥുൻ്റെ മരണം. ഇക്കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ വകുപ്പുകൾ തമ്മിൽ പരസ്പരം പഴിചാരൽ ശ്രമങ്ങളാണ് നടക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പാലിച്ചില്ല, പ്രത്യേകിച്ച് സ്കൂൾ അധികൃതർ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിച്ചില്ല എന്ന ആരോപണം ഒരു വശത്തുണ്ട്. അതേസമയം വൈദ്യുതി വകുപ്പിന് ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്ന ആരോപണം മറുവശത്തുണ്ട്. അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി ലൈന് താഴെ ഒരു സൈക്കിൾ ഷെഡ് നിർമ്മിച്ചിരുന്നു. ആ സൈക്കിൾ ഷെഡിന് എങ്ങനെയാണ് തദ്ദേശ സ്ഥാപനം അനുമതി കൊടുത്തത്? അത് ആ തദ്ദേശ സ്ഥാപനത്തിൻ്റെ അനുമതിയുടെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഫിറ്റ്നസ്സുകൾ നൽകുന്നത്. അങ്ങനെ ഫിറ്റ്നസ് എങ്ങനെ നൽകി? ഇങ്ങനെ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് പരിശോധിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് KSEBയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. കാരണം നേരത്തെ ഉണ്ടായിട്ടുള്ള സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ പ്ലാന്റ്സ് ആൻഡ് ഇലക്ട്രിക്കൽ ലൈൻസ് റെഗുലേഷൻ 2022 എന്ന് പറയുന്ന ആക്ടിൽ അതിൻ്റെ 92ാമത്തെ വകുപ്പ് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് മുകളിൽ കൂടി വൈദ്യുതി ലൈനുകൾ പോകാൻ പാടില്ല എന്നതാണ്. അതിനാധാരമായ ഒരു കേസ് കൂടി കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. അത് എറണാകുളത്തെ ഭവൻസ് വിദ്യാ മന്ദിർ 2012 സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സ്കൂളിന് മുകളിൽ കൂടി ഹൈടെൻഷൻ എക്സ്ട്രാ ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ അത് വലിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയായിരുന്നു സുപ്രീം കോടതിയിലെത്തിയത്. അന്ന് കോടതി ഇക്കാര്യത്തിൽ സ്കൂൾ അധികൃതർക്ക് അനുകൂലമായി വിധിയാണ് നൽകിയത്. ആ കേസ് എറണാകുളം ഭവൻസ് PTA വേഴ്സസ് KSEB എന്ന പേരിൽ ആ കേസ് സുപ്രീം കോടതിയിലെത്തുകയും കോടതി ഇങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുകളിൽ കൂടി വൈദ്യുതി ലൈനുകൾ വലിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി തന്നെ ആ വിധിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ആ വിധിയിൽ സുപ്രീം കോടതി തമിഴ്നാട്ടിലെ ഒരു സംഭവം കൂടി ചൂണ്ടിക്കാട്ടിയിരുന്നു. തമിഴ്നാട്ടിലെ ഒരു സ്കൂളിലേക്ക് ഒരു ഗേറ്റ് മാത്രമാണ് ആ സ്കൂളിലേക്ക് ഉണ്ടായിരുന്നത്. അതിന് മുകളിൽ കൂടി വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ടായിരുന്നു. ആ വൈദ്യുതി ലൈൻ താഴേക്ക് വീണ് ഈ സ്കൂൾ കവാടത്തിലേക്ക് അതുവഴി സ്കൂളിലേക്ക് കടക്കാൻ ശ്രമിച്ച കുട്ടികൾ നിരവധി പേർ മരിച്ച സംഭവമൊക്കെ ആ കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നതുമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുകളിൽ കൂടി വൈദ്യുതി ലൈനുകൾ പാടില്ല എന്ന കോടതി വിധി ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ കെട്ടിടങ്ങൾക്ക് പോലും ഈ വൈദ്യുതി ലൈനുകൾക്ക് താഴെ കെട്ടിടങ്ങൾ പോലും നിർമ്മിക്കാൻ പാടില്ല. സ്കൂളിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കെട്ടിടങ്ങൾക്ക് പോലും അക്കാര്യത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുമതി വേണം എന്നുകൂടി ഈ ചട്ടങ്ങളിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത്തരം ചട്ടങ്ങളൊന്നും ഇവിടെ തേവലക്കര സ്കൂളുമായി ബന്ധപ്പെട്ട് പാലിച്ചിട്ടില്ല. മറ്റു നിരവധി വീഴ്ചകൾ അത് ഇതിനകം തന്നെ വാർത്തകളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇങ്ങനെ വൈദ്യുതി ലൈന് താഴെയുള്ള കെട്ടിടങ്ങൾക്ക് തന്നെ ഗ്രൗണ്ടിൽ നിന്നും ലൈനിൽ നിന്നും 4.6 മീറ്റർ ഉയരം വേണം എന്ന കാര്യം അത് തേവലക്കര സ്കൂളിൽ ഉണ്ടായില്ല. മാത്രമല്ല അനുമതി വാങ്ങണം എന്ന കാര്യം ഉണ്ടായില്ല. ഷെഡിനും ഈ സ്കൂൾ സൈക്കിൾ ഷെഡിനും വൈദ്യുതി ലൈനും ഇടയിൽ 2.5 മീറ്റർ ക്ലിയറൻസ് ഉണ്ടായിരിക്കണമെന്നത് അവിടെ ഉണ്ടായില്ല. അങ്ങനെ നിരവധി ചട്ടലംഘനങ്ങൾ ഈ തേവലക്കര സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് തേവലക്കര സ്കൂളിൽ അത് KSEBയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല KSEB അധികൃതർ അവിടെ ഇത്തരം മേഖലകളിലൊക്കെ ഒരു പട്രോളിംഗ് നടത്തണം എന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു. സാമ്പത്തിക ചെലവിൻ്റെ പേരിലോ എന്തായാലും അത്തരത്തിലുള്ള ഒരു വ്യാപകമായ പെട്രോളിംഗ് ഒന്നും KSEBയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറില്ല. ഏതായാലും ഇക്കാര്യം 24 ഏറ്റെടുക്കുകയാണ്. കേരളത്തിൽ ഇത്തരത്തിൽ അപകടാവസ്ഥയിലുള്ള വൈദ്യുതി ലൈനുകൾ സ്കൂളുകളുടെ ഭാഗത്തൊക്കെ സ്കൂളുകളുടെ സമീപമോ സ്കൂളുകൾക്ക് മുകളിൽ കൂടിയൊക്കെ ഇത്തരം വൈദ്യുതി ലൈനുകൾ പോകുന്നുണ്ടോ എന്നത്, കുട്ടികളുടെ ജീവന് ഭീഷണി ഉണ്ടാക്കിക്കൊണ്ടുള്ള വൈദ്യുതി ലൈനുകൾ. വൈദ്യുതി ഏതായാലും ഉപേക്ഷിക്കാൻ കഴിയില്ല. വൈദ്യുതി നമ്മുടെ നിത്യജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പക്ഷേ ഇത്തരത്തിൽ അപകടകരമായ നിലയിലുള്ള വൈദ്യുതി ലൈനുകൾ സ്കൂളുകൾക്ക് സമീപം കൂടി കടന്നു പോകുന്നുണ്ടോ എന്ന നിലയിലുള്ള ഒരു അന്വേഷണം കൂടി 24ൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഏതായാലും ഇക്കാര്യത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും എന്ന് തന്നെ കരുതാം. SK. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. ഇപ്പോൾ ഹൈടെൻഷൻ കമ്പികൾക്ക് കീഴെ പോലും ആളുകൾ വീട് വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നിരീക്ഷകൻ്റെ നിരീക്ഷണങ്ങൾ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.